വല്ലു മനസ്സിലായ? ഒന്നുകൂടി കാണിച്ചു തരട്ടോ. അത് വല്ലതും മനസ്സിലായ? കാര്യം ചോദിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വല്ലതും മനസ്സിലായ? ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നാൽ ഞാൻ പതുക്കെ പറയാം, പതുക്കെ മാത്രമേ പറയുള്ളൂ, ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളിപ്പോൾ കണ്ടതൊരു വീടാണ്, അത് നമ്മുടെ VD സതീശൻ്റെ വീടാണ്. സതീശന്റെ ഈ വലിയ രമ്യഹർമ്മത്ത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് അന്വേഷണം വേണം. ഇതാ കോടികൾ ചെലവിട്ടൊരു വീട് ഉണ്ടാക്കിയിരിക്കുന്നു VD സതീശൻ, അന്വേഷണം വേണം. എവിടുന്നാണ് ഇവർക്ക് ഇത്ര അധികം പണം എന്ന രീതിയിലേക്കുള്ള വല്ല വാർത്തകളും കേട്ടായിരുന്നോ സുഹൃത്തുക്കളെ? കേൾക്കൂല, നിങ്ങൾ കേൾക്കത്തേ ഇല്ല. എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിണറായി വിജയൻ സഖാവിൻ്റെ വീടാണെന്നും പറഞ്ഞ് ഒരു വലിയ കൊട്ടാരം പോലുള്ളൊരു വീട്, നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ ഒരു വാർത്ത കണ്ടിരുന്നോ? കണ്ടിട്ടുണ്ടാവൂ, ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ അങ്ങനത്തെ വാർത്ത കാണും, നമ്മുടെ മാധ്യമങ്ങൾ അതൊക്കെ കൊടുക്കും. ഇതാ പിണറായി വിജയന്റെ കൊട്ടാര സദൃശമായ വീട്, കൂലിപ്പണിക്കാരനായ അച്ഛൻ്റെ മകന് എവിടുന്നാണ് ഇത്രയും വലിയ വീട് എന്നൊക്കെ ഗംഭീര ചോദ്യമായിരിക്കും അല്ലേ? കഴിഞ്ഞ ദിവസം കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് സഖാവ് പിണറായി വിജയൻ തൻ്റെ മുഖ്യമന്ത്രി കസേര രാജിവെച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വല്ല രമ്യഹർമ്മത്തിലേക്കാണ് പോയത്? അല്ല, വാടക വീട്ടിലേക്കാണ് പോയത് എന്ന് മനസ്സിലാക്കുക എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. സ്വന്തമായിട്ടൊരു വീടുണ്ട്, ഒറ്റ നില വീട്, കണ്ണൂര്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അവിടെ പോയിട്ടൊന്ന് അന്വേഷിച്ചോളി, മാധ്യമപ്രവർത്തകരെ ഒന്ന് പോയി അന്വേഷിച്ചോളി. എനിക്ക് VD സതീശൻ ചേട്ടൻ്റെ വീട് ഇത്ര വലുതായതുകൊണ്ട് എനിക്ക് ഒരു വിരോധമില്ല കേട്ടോ, ഒരു വിരോധമില്ല. ഞാൻ മാധ്യമങ്ങളുടെ ചില ഇരട്ടത്താപ്പുകളാണ് പറയുന്നത് കേട്ടോ. മാധ്യമങ്ങൾ ഇനിയിപ്പോൾ അങ്ങനെ പറയുമ്പോൾ പലർക്കും വിഷമമൊക്കെ ഉണ്ടായിരിക്കും. ഒന്ന് ചുമ്മാ കണ്ടോളൂ. അതാണ് വീട് കേട്ടോ, ഇതാണ് വീട്. കണ്ടില്ലേ, ഇതാണ് വീട്. ഇങ്ങനെയെങ്കിലും നമ്മുടെ VD സതീശൻ ചേട്ടൻ്റെ വീട് ഒന്ന് പുറത്തേക്ക് കാണിച്ചല്ലോ മാധ്യമങ്ങള്. പിണറായി വിജയൻ സഖാവിന്റെ കൊട്ടാരം അന്വേഷിച്ചു പോയവർക്ക് സതീശന്റെ വീടിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമോ? അവർക്കൊരു ആശങ്ക ഇല്ലല്ലോ എന്നുള്ളതാണ് എന്റെയൊക്കെ ആശങ്ക. ഇനി കഴിഞ്ഞിട്ടില്ല, ഒരാളെ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും, അതെന്റെ നിർബന്ധമാണ്. എവിടെ അത്? ആ മനുഷ്യനെവിടെ? അത് RC ആയിരുന്നു, രമേശ് ചെന്നിത്തലയായിരുന്നു. ചെന്നിത്തല ചേട്ടാ എവിടോ? സതീശന്റെ വീട് മാത്രമേ ഉള്ളൂ, വലിയ പണിയായി പോയല്ലോ. ഒരു ഒറ്റ മിനിറ്റ്, ഈ മ്യൂസിക് എനിക്ക് പണി തരും. കാണാൻ പറ്റുണ്ടോ? വീട് കാണാൻ പറ്റുണ്ടോ? ഉണ്ടല്ലോ അല്ലേ? അത്യാവശ്യം നല്ല വെടിപ്പും ഭംഗിയൊക്കെ ഉള്ള ഒരു ഗംഭീര വീടല്ലേ അല്ലേ? മാധ്യമപ്രവർത്തകരെ, ഏഷ്യാനെറ്റ് റിപ്പോർട്ടറെ, എല്ലാവരും, മീഡിയ വണ്ണെ, ഇനിയിപ്പോൾ ആരൊക്കെ ഉണ്ട്, മനോരമ ഇടാൻ പാടില്ല, മനോരമ ഇത് കാണണ്ട, അത്യാവശ്യം അല്ലേ? അടിപൊളി, എത്ര ലക്ഷക്കോടികളാണ്. എന്തായാലും രമേശ് ചെന്നിത്തലിന്റെ വീടും അങ്ങനെ നമ്മൾ കണ്ടു. ഇതൊന്നും പുറത്തേക്ക് വിടാതിരിക്കുകയായിരുന്നു കള്ളന്മാര്. ഈ കള്ളന്മാരല്ല മാധ്യമപ്രവർത്തകര്. ഇനി ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. എൻ്റെ പൊന്നിടാങ്ങളെ, ഈ പറയുന്ന ഈ 2 രമ്യഹർമ്മങ്ങൾ നല്ല ഗംഭീര വീടാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെല്ലാം അസലായിട്ട് സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ വീട് അവരൊക്കെ ഉണ്ടാക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ ഈ ഒരു പട്ടിണി വർത്താനം പറഞ്ഞിട്ട് ജീവിക്കുന്ന പരിപാടിയൊക്കെ നിർത്തണം. ആ പരിപാടി നടക്കില്ല. എന്തിനന്നേ? അത്യാവശ്യം അധ്വാനിക്കുന്നില്ലേ? ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നില്ലേ? ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് നല്ല സുഖ സൗകര്യങ്ങൾ വേണം. സഞ്ചരിക്കാൻ നല്ല കാറ് വേണം. ജഡാക്ക് കാറിൽ 365 ദിവസമാണ് യാത്ര ചെയ്ത് നോക്കിയേ. നമ്മുടെ ചന്തി പഞ്ചറാവൂലോ, നട്ടുള്ളൊരു വിധാവൂലേ? അപ്പൊ അവർക്ക് സഞ്ചരിക്കാൻ നല്ല ഞാൻ അത് ട്രോൾ ചെയ്തല്ല കേട്ടോ, നല്ല കാറുകൾ വേണം സഞ്ചരിക്കാൻ. അത് പിണറായി വിജയനായാലും അത് VD സതീശൻ മുഖ്യമന്ത്രി ആയാലും സഞ്ചരിക്കാൻ നല്ല അടിപൊളി കാറുകൾ വേണം. അത്ര അധികം ദൂരം അവർ ഓരോ ദിവസവും സഞ്ചരിക്കുന്നതാ.
1-2 ദിവസം സഞ്ചരിച്ചാൽ പോരാ. അത്ര അധികം ദൂരം സഞ്ചരിക്കുമ്പോൾ അവരുടെ ശരീരത്തിന് ക്ഷീണം തോന്നാത്ത തരത്തിലുള്ള വാഹനങ്ങൾ അവർക്ക് വേണം. അവർക്ക് സുന്ദരമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ വീടുകളും മറ്റും അവർക്ക് വേണം. അല്ലാതെ ഉറക്കം കിട്ടാത്ത പുരയിടവും മറ്റുമെല്ലാം അവർക്ക് വേണ്ടത്. AC-യിൽ കിടന്നുറങ്ങണം. കാരണം പിറ്റേ ദിവസം വളരെ ഉഷാറായിട്ട് നീച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളതാണെന്ന്. പണം ഉണ്ടാക്കുന്നവൻ തന്നെയാണ് നേതാവ്. പണം ഉണ്ടാക്കാൻ കഴിയാത്തവന്മാർ നേതാവൊന്നുമല്ല. അത് വേറെ കാര്യം, അതോടെ കിടക്കട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞു വെച്ചത്, ഒരു കാലഘട്ടത്തിൽ ഇതേപോലത്തെ ഒരു ഗംഭീര വീട് കാണിച്ചിട്ട് പിണറായി വിജയൻ സഖാവിന്റെ വീടാണത്, പിണറായി വിജയൻ സഖാവിന് ഇങ്ങനത്തെ വീട് വെക്കാൻ വേണ്ടിയിട്ട് എവിടെന്നാ പൈസ കിട്ടിയത്, ഏതാളുകളെ പണം കൊണ്ടാണ് പിണറായി വിജയൻ ജീവിക്കുന്നത്, ജനങ്ങളെ ഇതാ പറ്റിക്കുകയാണ് പിണറായി വിജയൻ, ഇതാണോ പാവപ്പെട്ടവരുടെ നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഒരു കളി കളിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നിടാങ്ങളെ, ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു, ആവാര കളി. ആ കളിയുടെ ഒരു പോയിന്റെങ്കിലും ഈ വീടുകളെ പറ്റിയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടോ? ചെലവഴിക്കില്ല. ഈ വീടെങ്ങാൻ VD സതീശൻ ചേട്ടൻ്റെയോ RCയുടെയോ വീടെങ്ങാൻ നമ്മുടെ പിണറായി വിജയൻ്റെ മറ്റു വീടാണെങ്കിൽ എന്തായിരിക്കും ചർച്ച? ഒന്ന് ചുമ്മാ ഒന്ന് ഇമാജിൻ ചെയ്തേ. വെറുതെ ഒരു കാര്യമില്ല, വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്തോളെ കേട്ടാ. ഇതാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ്. ഇവന്മാർ വിചാരിച്ചാൽ ചില ആളുകളെ താഴെ ഇറക്കാനും സാധിക്കും, ചില ആളുകളെ കാലങ്ങളോളം കാരാഗൃഹത്തിൽ അടയ്ക്കാനും സാധിക്കും. ഓർമ്മയിലെ നമ്പിനാരായണൻ സയന്റിസ്റ്റ്, APJ അബ്ദുൽ കലാമിനൊപ്പം തന്നെ നമ്മുടെ രാജ്യവും ലോകവും കേൾക്കേണ്ട ഒരു പേരായിരുന്നു നമ്മുടെ കേരളത്തിലുള്ള നമ്പിനാരായണൻ എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ. ഒരൊറ്റ മാധ്യമമല്ലേ അദ്ദേഹത്തെ ചാരവൃത്തി കേസിൽ അകത്താക്കിയത്? ആ മാധ്യമത്തിൽ വന്നൊരു വാർത്ത കൊണ്ട് അദ്ദേഹം രാജ്യവിരുദ്ധനായി പോയില്ലേ? അദ്ദേഹത്തിനൊരു കരിയർ മുഴുവൻ നശിപ്പിച്ച് പ്രായമായതിനു ശേഷമല്ല അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞേ? ഒന്നാലോചിച്ച് നോക്കി. അതാ പറഞ്ഞേ, നമ്മുടെ മാധ്യമങ്ങൾ പലതും ക്രിയേറ്റ് ചെയ്യും. ഈ പിണറായി വിജയന്റെ വീടെന്ന് പറഞ്ഞിരുന്ന വീട് പിന്നീട് എന്താ ഉണ്ടായേ? അതിന്റെ ഒറിജിനൽ ഉടമസ്ഥൻ വന്നു, ഇതെന്റെ വീടാണ്, എൻ്റെ വീട്, ഞാൻ പണം കൊടുത്തുണ്ടാക്കിയ വീട്, ഈ വീട് എങ്ങനെ പിണറായി വിജയൻ്റെ അതാകും, ആരാണ് ഇമാതിരി വാർത്തകൾ ചമയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓണർ വന്നപ്പോഴല്ലേ. എന്നിട്ടും ആ ഓണർ വന്ന് പറഞ്ഞ വാർത്തകൾ എത്ര മാധ്യമങ്ങൾ കൊടുത്തു? പിണറായി വിജയന്റെ വീടാണിത് എന്നുള്ള വാർത്ത മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. ഇത് പിണറായി വിജയന്റെ വീടല്ല എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയൊന്നും പുറത്തേക്ക് ഇറങ്ങില്ല. ഇതാണ് മാധ്യമത്തിന്റെ നശിച്ച മാപ്രാധർമ്മം. ഇങ്ങനൊക്കെ ഉണ്ട്, ഇങ്ങനൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഇപ്പോഴെങ്കിലും നിങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അല്ലാതെ അവരുടെ സമ്പന്നതയോടോ അവരുടെ സുഖസുന്ദരമായിട്ടുള്ള ജീവിതത്തോടോ നമുക്ക് ഒരു എതിർപ്പില്ല. അങ്ങനെ തന്നെ ജീവിക്കണം, സുന്ദരമായി ജീവിക്കണം. അല്ലാതെ പട്ടിണിയും പരിവട്ടും പറയുന്ന പരിപാടിയൊക്കെ നിർത്തണം. ഇത്രയും പറഞ്ഞുകൊണ്ട്, അതെ, അവർക്ക് അങ്ങ് നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ ചിലപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടാവും. അവർ അങ്ങനെ ജീവിക്കണം. നമ്മളെല്ലാവരും സുന്ദരമായി ജീവിക്കണം. അല്ല പിന്നെ ദൈവങ്ങൾ മാത്രം സർവാഭരണ ഭൂഷിതരായിട്ട് നടന്നാൽ പോരാ, നമ്മൾക്കും നടക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ബൈ.